വി കെ പ്രശാന്ത് MLA-യും ആർ ശ്രീലേഖ BJP-യുടെ കൗൺസിലറും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് ദിവസമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആർ ശ്രീലേഖ ആ വിഷയം വിട്ടിട്ടുണ്ട്. ഏകദേശം വി കെ പ്രശാന്തും ആ വിഷയത്തിൽ കാര്യമായിട്ടുള്ള അഭിപ്രായം പറയാനൊന്നും വരുന്നില്ല. പക്ഷേ വി കെ പ്രശാന്തിനെ പിന്തുടരുന്നവരും അതല്ലെങ്കിൽ അനുകൂലിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, വാടക ഇനത്തിൽ MLA എന്നുള്ള നിലയ്ക്ക് വി കെ പ്രശാന്തിനൊന്നും കിട്ടുന്നില്ല. അത് എങ്ങനെയാണത് ശരിയാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് വാടക എന്ന് എഴുതിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് വാടകയല്ല എന്ന് പറയാൻ പറ്റില്ല. മണ്ഡല അലവൻസ് എന്നുള്ള പേരിൽ MLA-മാർക്ക് 25,000 രൂപ കൊടുക്കുന്നുണ്ട്. ഈ 25,000 രൂപയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ പറയുന്ന മണ്ഡല അലവൻസ് ഉപയോഗിച്ചിട്ടാണ് ഓഫീസ് സ്പേസ്, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടെ വരുന്ന ഒരാൾക്ക് ചായ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചായ കാശ് വരെ വരുന്നത് ഈ മണ്ഡല അലവൻസ് എന്ന് പറയുന്ന സംഗതിയിലാണ്. പക്ഷേ ഈ കണക്കുകളൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ മണ്ഡല അലവൻസിന്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതിന് ടാക്സോ റിട്ടേണോ മറ്റു കാര്യങ്ങളോ സമർപ്പിക്കേണ്ട കാര്യമില്ല. അതായത് ഈ തുക MLA ചിലവാക്കിയിട്ടില്ല എന്നുള്ളെങ്കിൽ, അതായത് ഓഡിറ്റ് ചെയ്യപ്പെടില്ല. ഈ ഒരു തുക MLA ചിലവാക്കിയിട്ടില്ല എന്നുള്ളെങ്കിൽ എന്തിനാണ്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ചിലവാക്കിയില്ല എന്നോ എവിടെ ചിലവാക്കിയോ എന്നുള്ള ചോദ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ മണ്ഡല അലവൻസുമായിട്ട് ബന്ധപ്പെട്ട് അനുവദിക്കുന്ന 25,000 രൂപ വി കെ പ്രശാന്ത് ഏതെങ്കിലും രീതിയിൽ ചിലവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കിയാൽ പോലും ഇതെങ്ങനെ ചിലവാക്കി എന്നുള്ളത് സർക്കാരിന് കണക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് 25,000 രൂപ ചിലവാക്കിയത്, അല്ലെങ്കിൽ എന്തിനാണ് 25,000 കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉത്തരം വി കെ പ്രശാന്ത് പറയേണ്ടതുണ്ട്. കാരണം 870 രൂപയോളം എങ്ങാണ്ട് മാത്രം ഒരു റെൻറ്റ് കൊടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം പോലൊരു നഗരത്തിലെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് മുകളിൽ വാടക കിട്ടുന്ന ഒരു സ്പേസ് വി കെ പ്രശാന്ത് ഉപയോഗിക്കുന്നത് മുൻ കൗൺസിലർമാരെല്ലാവരും കൂടെ ചേർന്ന് യോഗം ചേർന്ന് അനുവദിച്ചു കൊടുത്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ. അതൊക്കെ തന്നെയും അതിൻ്റെ ഒരു സാങ്കേതികപരമായിട്ടുള്ള വശമാണ്. ധാർമ്മികമായിട്ട് വി കെ പ്രശാന്തിന് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് യോഗ്യതയില്ല. വി കെ പ്രശാന്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള മര്യാദ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് MLA-മാർക്ക് കിട്ടുന്ന ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടാണ് കമ്പാരിസൺ. ശമ്പളം കുറവാണെന്നുണ്ടെങ്കിൽ നിയമസഭ കൂടിയിട്ട് ഈ പറയുന്ന ബില്ല് പാസ്സാക്കിയിട്ട് ശമ്പളം കൂട്ടാനുള്ള വഴികൾ നോക്കുക. അതല്ലാതെ ഒറീസയിൽ ഇത്ര ശമ്പളമുണ്ട്, ഉത്തർപ്രദേശിൽ ഇത്ര ശമ്പളമുണ്ട്, മഹാരാഷ്ട്രക്കാർ 2.5 ലക്ഷം ശമ്പളം വാങ്ങുന്നു MLA-മാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശമ്പളം കൂട്ടി വാങ്ങുക എന്നുള്ളതാണ്. അതല്ലാതെ അതൊരു ന്യായമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 25,000 രൂപയെ ആകെ കിട്ടുന്നുള്ളൂ, അത് വെച്ച് ഇതെല്ലാം കൂടെ എങ്ങനെ നടക്കുമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഓഫീസ് സ്റ്റാഫിനെ നിയമിക്കാൻ 25,000-ത്തിലല്ല, അതിന് വേറെ എമൗണ്ട്, സ്റ്റാഫിനെ നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എമൗണ്ട് എഴുതിയെടുക്കാനുള്ള വകുപ്പ് ഈ പറയുന്ന MLA-മാരുടെ ശമ്പളവുമായിട്ടും അതല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിയമമുള്ള നാടാണിത്. അപ്പോൾ വി കെ പ്രശാന്ത് ഇനിയെങ്കിലും ന്യായീകരിക്കുമ്പോൾ 25,000 രൂപ മണ്ഡല അലവൻസ് ആണ് കിട്ടുന്നത്, അത് മണ്ഡലത്തിൽ ഓഫീസിന് വാടക കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല എന്നുള്ളത് പറയരുത്. ശരിയായിരിക്കും, 25,000 കിട്ടുന്നു എന്ന് കേട്ടപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും അത് മൊത്തത്തിൽ ഓഫീസ് ചിലവിന് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഓഫീസ് റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയെടുക്കുന്ന പണമാണെന്നുള്ളത്. പക്ഷേ ഇനി അങ്ങനെ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ആ തുകയിൽ നിന്ന് തന്നെയാണ് ഓഫീസിനുള്ള വാടക കണ്ടെത്തേണ്ടത്. അത് 872 രൂപയ്ക്ക് ഒരു കണ്ണായ സ്ഥലത്ത് സ്വന്തം പാർട്ടിയുടെ തിണ്ണമെടുക്കുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ആ സ്ഥലത്ത് 872 രൂപ കൊടുത്തൊരു ഓഫീസ് നടത്തിക്കൊണ്ടു പോകുന്ന പോലുള്ള പരിപാടിയല്ല. അപ്പോൾ വി കെ പ്രശാന്ത് എന്തായാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇനി അയാൾ മേയർ ഓഫീസ് ഒഴിഞ്ഞ ഉടൻ തൻ്റെ അധികാരത്തിൻ്റെ ബലത്ത് ഈ പറയുന്ന അയാൾ ഉദ്ഘാടനം ചെയ്തതാണ് എന്നുള്ളതിൻ്റെയൊക്കെ പുറത്ത്, ആ തഴമ്പിൻ്റെയൊക്കെ പുറത്താണ് ഈ ഒരു ബിൽഡിങ് കൈയാളുന്നത് എന്നുണ്ടെങ്കിൽ അതത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല, അത് ധാർമ്മികമായിട്ട് ശരിയല്ല. എന്തായാലും ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വിമാനക്കൂലി സർക്കാർ തരുന്നില്ല, മറിച്ച് എനിക്ക് ട്രാവൽ അലവൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ള പോലെയാണ്. അതായത് മണ്ഡലം അലവൻസ് എന്നുള്ള പേരിലാണ് 25,000 തരുന്നത്, എനിക്ക് റെൻ്റ് അലവൻസ് അതല്ലെങ്കിൽ ഈ പറയുന്ന റെൻറ്റിന് വാടക കൊടുക്കാൻ വേണ്ടി എന്നുള്ള തരത്തിലൊരു 25,000 കിട്ടിയാലേ അങ്ങനെ വാടക കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. ഈ പറയുന്ന തുക മണ്ഡല അലവൻസ് എന്ന് പറയുന്ന തുക കിട്ടുന്നത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് 25,000 രൂപ എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് MLA ആയിട്ടുള്ള വി കെ പ്രശാന്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. പക്ഷേ ഈ പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള അവകാശം അദ്ദേഹം ഇതാക്കുന്ന സമയത്ത്, യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അവർക്ക് കിട്ടാനുള്ള വരുമാനത്തിൽ നിന്നോ അതല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള പണത്തിൽ നിന്നോ കൈയിട്ട് വാരിക്കൊണ്ടാവരുത് എന്നുള്ളതാണ്. ഒരു സ്വജനപക്ഷപാതത്തിൻ്റെ സ്വഭാവം ഉണ്ട് വി കെ പ്രശാന്തിന് ആ ഒരു ഓഫീസ് സ്പേസ് അനുവദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ധാർമ്മികതയുടെ പ്രശ്നം ഉദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വി കെ പ്രശാന്ത് മാർച്ചിന് മുമ്പ് തന്നെ റൂം ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ. അതല്ല, ഒഴിയാൻ ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വാടക തുക കൂട്ടിക്കൊടുക്കാനുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇത് രണ്ടും ചെയ്യുന്നില്ല
ഈ സൈലൻ്റ് ആയിരിക്കാനാണ് വി കെ പ്രശാന്ത് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വി കെ പ്രശാന്തിൻ്റെ അണികളോടും സൈലൻ്റ് ആയിരിക്കാൻ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ.